ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു വെർജീനിയ വുൾഫിൻ്റെ എ റൂം ഓഫ് വൺ സോണിനെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. അന്നത്തെ ലിറ്ററേച്ചർ ക്ലാസ്സിൽ എ റൂം ഓഫ് വൺ സോണിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞങ്ങൾക്കൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഒരു ഡിസ്കഷന് ശേഷമായിരുന്നു സ്വന്തമായൊരു സ്പേസ് വേണമെന്ന എൻ്റെ ആഗ്രഹത്തിന് കുറച്ചും കൂടി ഒന്ന് കനം വെച്ചത്. അന്ന് തൊട്ടേയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു സ്പേസ് അല്ലെങ്കിൽ സ്വന്തമായൊരു മുറിയെങ്കിലും. അങ്ങനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴായിരുന്നു ആദ്യമായിട്ട് എനിക്ക് സ്വന്തമായൊരു മുറി കിട്ടുന്നത്. അന്ന് ഞാൻ അനുഭവിച്ച ആ സ്വാതന്ത്ര്യവും സന്തോഷവും എനിക്കിപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ സ്വന്തമായൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു 1 BHKയിലേക്ക് എനിക്ക് തനിയെ മാറണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായി കയറി വരുന്ന എനിക്ക് എന്നെ തന്നെ ഒന്ന് കാമാക്കാനായി സ്വന്തമായൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഈവനിങ് റുട്ടീൻ്റെ ഒരു മസ്റ്റാണിത്. ജോലിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷായി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത് ഒരു ഫേവറേറ്റ് ബുക്കുമായിട്ട് ഈ കൗച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനെ ഒരു സെൽഫ് കെയർ എന്നോ മീ ടൈം എന്നോ ഒക്കെ പല പേരിൽ നമുക്ക് വിളിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് എല്ലാവരും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റിവെക്കാൻ പറ്റുന്ന കുറച്ച് സമയം ഉണ്ടായിരിക്കണം. അവിടെ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയും ഉണ്ടായിരിക്കണം. അത് നമ്മളിലൊക്കെ ഉണ്ടാക്കുന്ന മാറ്റം തീർച്ചയായിട്ടും വലുതായിരിക്കും.